ഇത് പിങ്ക് ഷെയ്ഡും ഇത് റെഡ് ഷെയ്ഡും ആട്ടോ ഞാൻ ആദ്യം കാണിച്ചത്. പിങ്ക് ഷെയ്ഡ് ആണെങ്കിൽ പോലും വളർച്ച ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്രോത്തിങ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന നല്ല ഭംഗി കാണണമെങ്കിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുമ്പോഴാണ് കുറച്ചുകൂടി ഒരു നല്ലതെന്ന് തോന്നും കേട്ടോ. ഇതിലാണെങ്കിൽ അങ്ങനെ ഹാങ്ങിങ് ആയിട്ടൊന്നും 1-2 പോലും വന്നു, പക്ഷെ അത് അത്ര ഒരു ഇതായിട്ടില്ല. പക്ഷേ എന്നാലും ഇങ്ങനെ വെച്ചാലും നല്ലതാണ്. ഞാനപ്പോൾ അതിനെ ഹാങ് ചെയ്യാമെന്ന് ഓർത്തിട്ടായിട്ടോ ഇരിക്കുന്നത്. ഇതൊരു പിങ്കിൻ്റെ തന്നെ ഇതിൻ്റെ ഇലയിൽ വെറൈറ്റി വന്നിട്ടിരിക്കുന്നത് കേട്ടോ. ഇതിൽ ഇലകളിൽ പൂവിൻ്റെ കളേഴ്സിനേക്കാളും കൂടുതൽ ഇലകളിലെ വെറൈറ്റി വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് കൂടുതലായിട്ട് ഉള്ളത്. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ ഒരു മൺചട്ടിയിലാട്ടോ വെച്ചിരിക്കുന്നത്. പക്ഷെ അന്നേരം എനിക്കങ്ങനെ ഹാങ്ങിങ്ങിൽ ആയിട്ട് വന്നിട്ട് കണ്ടില്ല. ഒരു 1-2 വന്നുള്ളൂ. അപ്പോൾ ഞാനോർത്ത് ഇതിനെ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് താഴേക്ക് വളർന്നപ്പോൾ നല്ല രസമായിരിക്കുമല്ലോ കാണാനായിട്ട്. അങ്ങനെ വെക്കാമെന്ന് ഓർത്തിട്ട് ഇത് എടുത്തിരിക്കുന്നതാണേ. ഇതിനകത്താട്ടോ ഞാൻ ബിസിയെ വെക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഞാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ 3 വെക്കുന്നുള്ളൂ. പിന്നെ 2 വേറെ 2 പ്ലാന്റ് നടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് പെറ്റൂണിയും പിന്നെ വേറൊരു ഹാങ്ങിങ് പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എയർ ഹോൾസൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഡ്രെയിനേജ് ഹോൾ സെറ്റാക്കണം. ഒരു ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 4. അപ്പോൾ നമുക്കതൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഞാനതൊന്ന് തിളച്ചിട്ടൊക്കെ വരാം. നമ്മുടെ ഡ്രെയിനേജ് ഹോൾസൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് 3. അപ്പോൾ ഞാൻ ഇതിനകത്ത് 2-3 ഓട് കഷ്ണങ്ങൾ പെരക്കി വെക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നിനല്ല, നമ്മുടെ ഡ്രെയിനേജ് ഹോളിനകത്തൂടെ വേറെ മരങ്ങളൊന്നും അടിക്കൂടെയൊക്കെ ചെറിയ കുറ്റിച്ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും വരാതിരിക്കാനും പിന്നെ നന്നായിട്ട് വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ടും പിന്നെ എന്തിനാ നമ്മുടെ ഇതില്ലേ ഞാഞ്ഞൂര് പോലത്തെ സാധനങ്ങളൊക്കെ അതൊന്നും ഉള്ളിലേക്ക് കയറിയിരിക്കാതിരിക്കാനൊക്കെ ആയിട്ടാട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് ഹോള് മൂടി കവർ ചെയ്താൽ മതി. ഇതിപ്പോൾ ഈ ഒരെണ്ണം കൊണ്ട് തന്നെ ഈ ഒരു ഹോൾസ് മൂടിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മണ്ണ് മാത്രമാണ് കേട്ടോ. കാരണം ഇത് ഓൾറെഡി ഇങ്ങനെ ലൂസായിട്ടുള്ള മണ്ണാണ്, കട്ട പിടിക്കില്ലാത്ത മണ്ണാട്ടോ. അപ്പം ഇതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് ചാണകപ്പൊടി യൂസ് ചെയ്യുന്നില്ല, വെള്ളം ലയിപ്പിച്ച് കൊടുക്കാമെന്ന് ഓർത്തിട്ടാട്ടോ ഇരിക്കുന്നത്. അപ്പം നമുക്കിനി ഇതാണ് എൻ്റെ പോട്ടി മിക്സ്. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്താ പറയുക മണലും ചാണകമൊക്കെ അവൈലബിൾ ആണെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്ത് കളിക്കാം കേട്ടോ. ഞാൻ അപ്പോൾ ഇതും കൊണ്ടാണ് വെച്ചിരിക്കുന്നത്. തൽക്കാലം ഇതിനകത്തേക്ക് മണ്ണ് ഫില്ല് ചെയ്യുക. കുറച്ച് മണ്ണ് ഫില്ല് ചെയ്താൽ മതി. കാരണം ഓൾറെഡി നമ്മുടെ പിഷയിൽ കുറച്ച് ഇതിരിപ്പുണ്ട്. അപ്പോൾ ഇത് എൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാട്ടോ. ഇതിനകത്ത് ഈ വരുന്ന കാട്ടണ്ടില്ലേ, ഇതിവിടെ നിന്ന് ഇങ്ങനെ ഒടിച്ചിട്ട് ഇത് നട്ടാലും ഭയങ്കരമായിട്ട് സിമ്പിളായിട്ട് ഉണ്ടായി വരുന്ന പ്ലാന്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ എന്താ പറയണേ ഭയങ്കര പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റാട്ടോ. ഒരു കുഞ്ഞ് ഇത് കൊണ്ടിട്ടാലും പിടിച്ച് കിട്ടുന്ന പ്ലാന്റാണ്. അപ്പോൾ നമുക്കിനിത് മാറ്റി നടാം കേട്ടോ. പ്ലാന്റ്സ് ഒക്കെ നട്ടു. ഇനി കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. നമ്മൾ പുതിയതായിട്ട് നട്ടാൽ എല്ലാവർക്കും ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് ഇനി ഇതിനൊന്ന് ഹാങ് ചെയ്യണം. അപ്പോൾ ഞാൻ ഹാങ് ചെയ്തിട്ട് കാണിക്കാം. നമ്മുടെ ഇതിന് ഞാനൊരു സൈപ്രസ് മരത്തിൻ്റെ ഇതിലിട്ട് തൂക്കിയേക്കുന്നത് 3 നല്ല ഹാപ്പി ആയിട്ടിരിപ്പുണ്ട്. ചെളിക്കുണ്ട്, അതൊക്കെ ഒന്ന് വൈകുന്നേരം നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകുമ്പോൾ കളയാൻ ഓർത്തിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസിയാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നാലും പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതുപോലത്തെ ഈ തണ്ടിൽ നിന്ന് ഇതൊന്ന് ജസ്റ്റ് മുറിച്ചിട്ട് ഇതേപോലെ തന്നെ വേരിൽ നട്ടാൽ വേര് പിടിച്ച് കിട്ടും. പിന്നെ ഈസിയാണ്, നമുക്കങ്ങനെ വലിയൊരു മെയിൻ്റനൻസിൻ്റെ കാര്യമില്ല. ഇത് കിടക്കുന്നുണ്ടോ, ഇതൊരെണ്ണം ചുമ്മാ തന്നെ മുകളിൽ അടർന്ന് വീണിപ്പോൾ വന്ന് കിടക്കുന്ന ഇതിൽ കണ്ടോ, ഇത് പ്രൊപ്പഗേറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ടാർട്ടിൽ വെയിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ മണ്ണ് വേര് പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരെ കാണുന്നവരെ ബൈ.